ഏറെ സമ്പന്നമായ ചരിത്രമാണ് കോഴിക്കോടിന് നമ്മോട് പറയാനുള്ളത്. 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കോഴിക്കോടുള്ള കാപ്പാട് കടൽത്തീരത്ത് കപ്പലിറങ്ങിയതോടെ കോഴിക്കോട് ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. മധുരം പകരുന്ന മിഠായിത്തെരുവും സൗഹൃദങ്ങൾ പങ്കിടുന്ന മനാഞ്ചിറയും കൂടിച്ചേരുന്നതാണ് കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം. മുൻപ് രാവിലെ മുതൽ തുറന്നു കൊടുത്തിരുന്ന ഈ മൈതാനം ഇപ്പോൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ മാത്രമാണ് പ്രവേശനം. നഗരത്തിരക്കിൽ നിന്നും മാറി, എന്നാൽ നഗരത്തിൻ്റെ നടുക്ക് തന്നെ സായാഹ്ന വേളകളിൽ വിശ്രമിക്കാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമൊക്കെയാണ് ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. മനാഞ്ചിറ കുളവും മനാഞ്ചിറ മൈതാനവും ചേർന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ മനാഞ്ചിറ സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന മതിൽക്കെട്ടിനുള്ളിലാണ് മനാഞ്ചിറ മൈതാനം. പച്ച പുൽത്തകിടി വിരിച്ചും ചുറ്റുമതിൽ പുതുക്കി പണിതും മതിലിനു ചുറ്റും വിളക്കുകൾ സ്ഥാപിച്ചും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കോഴിക്കോട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. 14-ാം നൂറ്റാണ്ടിൽ 3.49 ഏക്കർ വിസ്തൃതിയിൽ ചതുരാകൃതിയിൽ നിർമ്മിച്ച മനുഷ്യനിർമ്മിതമായ ഒരു കുളമാണ് മനാഞ്ചിറ. രാജാ മാനവേദൻ തങ്ങളുടെ ആസ്ഥാനം കൊയിലാണ്ടിയിലെ നെടിയുരുപ്പിൽ നിന്ന് കോഴിക്കോട്ടേക്ക് മാറ്റാൻ വേണ്ടി 2 വലിയ കൊട്ടാരം പണിയുകയുണ്ടായി. അതിനുവേണ്ടി മണ്ണെടുത്ത സ്ഥലം വലിയൊരു കുളമായി മാറി. അങ്ങനെ മാനവേദൻ നിർമ്മിച്ച ചിറ മനാഞ്ചിറയായി മാറി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം കോഴിക്കോട് മുനിസിപ്പൽ കൗൺസിൽ ഇറക്കിയ ഉത്തരവ് അനുസരിച്ച് കുടിക്കാനുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ച ഈ കുളത്തിലെ വെള്ളം കുളിക്കാനും അലക്കാനും ഉല്ലസിക്കാനും ഉപയോഗിക്കുന്നത് തടഞ്ഞു. ഇന്നും ആ ഉത്തരവ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു. കോഴിക്കോട്ടുകാർക്കും പുറത്തുനിന്ന് വരുന്നവർക്കും എന്നും മനാഞ്ചിറ സ്ക്വയർ ഒരു കൗതുകമാണ്.